യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഈ അൾത്താരയിൽ നിർത്തിയതിന് ഈശോയ്ക്കും കൃപാസന മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഡെറി. ഇതെൻ്റെ മക്കൾ സങ്കീർത്ത്, സാന്നിധ്യ, മരിയ. ഞങ്ങൾ യു കെയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ 4 വർഷമായി യു കെയിലാണ്. എൻ്റെ മകന് 13 വയസ്സ്. ഞങ്ങളൊരു 12 വർഷമായിട്ട് അടുത്ത കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് യു കെയിലും യു എയിലും നാട്ടിലുമായി ചെയ്തു. ഒന്നിനും ഒരു ഫലം ഉണ്ടായിരുന്നില്ല. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ്, ഹോർമോൺ ഇഞ്ചെക്ഷൻസ് എല്ലാം എടുത്തിരുന്നു. എഗ്ഗ് മെച്യൂരിറ്റി പ്രോബ്ലമാണെന്ന് ഡോക്ടർ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ യു കെയിലെ പാരീഷണറായ അനുചേച്ചിയാണ് ഓൺലൈൻ ഉടമ്പടിയെ പറ്റിയിട്ട് എന്നോട് പറയുന്നത്. ആ ചേച്ചിയുടെ വാക്കുകൾ എനിക്ക് ഒരുപാട് പ്രത്യാശ നൽകി. അങ്ങനെ 2023 ജൂലൈയിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത ഉടനെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു. ആദ്യമായിട്ട് എനിക്ക് ലഭിച്ച അനുഗ്രഹം, യു കെയിൽ ഞങ്ങൾക്കൊരു വീട് വാങ്ങിക്കാൻ വേണ്ടി സാധിച്ചു. ഞങ്ങൾക്ക് ഒരു മെറിറ്റും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ 10% ഡെപ്പോസിറ്റ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്ത ഉടനെ 2 ദിവസത്തിനകം ഞങ്ങൾക്കൊരു പേഴ്സണൽ ലോൺ കിട്ടുകയും ഉടനടി വിത്തിൻ 3 മന്തിനുള്ളിൽ തന്നെ ഒരു വീട് വാങ്ങിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. പിന്നെ എൻ്റെ മകൻ്റെ ഒരു അഡ്മിഷൻ്റെ കാര്യമായിരുന്നു. ഒരു 1000 അപ്ലിക്കേഷൻ ലഭിക്കുന്ന സ്കൂളിൽ 30 കുട്ടികളെ മാത്രം സെലക്ട് കിട്ടുന്ന സ്കൂളിൽ അവന് അഡ്മിഷൻ ലഭിച്ചു. പലരും ഞങ്ങളോട് പറഞ്ഞു, എന്തിനാണ് ആ സ്കൂളിൽ കൊടുത്തത്, നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ വെച്ച ആ ബലത്തിൽ ഫസ്റ്റ് ആ സ്കൂൾ പ്രിഫറൻസ് വെച്ചു. എൻ്റെ മകന് അവിടെ അഡ്മിഷൻ ലഭിച്ചു. ഇത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. 2024 ജൂലൈയിൽ ഞാൻ ഇവിടെ നേരിട്ട് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു. 2ാമത്തെ കുഞ്ഞിന് വേണ്ടി ഞാൻ വീണ്ടും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി പാലിക്കാൻ തുടങ്ങി. നേർച്ച വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി പാലിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചു. കുമ്പസാരം, കാരുണ്യ പ്രവർത്തികൾ എല്ലാം കൃത്യമായി ഞാൻ പാലിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ 2 പ്രാവശ്യം അച്ഛനെ സ്വപ്നം കണ്ടു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. പിന്നെ 26 എന്നുള്ള നമ്പർ എൻ്റെ മനസ്സിൽ തോന്നുന്നു. ഞാൻ ആ ദിവസങ്ങളിൽ സാക്ഷ്യങ്ങളിൽ എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാനും എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു, എനിക്കും എൻ്റെ നെക്സ്റ്റ് ബർത്ത്ഡേക്ക് മുമ്പ് എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മേ, എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാൻ 26 എന്നുള്ളൊരു നമ്പർ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അതിന് മുമ്പ് എനിക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടും. ഞാൻ ഡേറ്റ് ഇട്ട് മാതാവിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ ഫോട്ടോൻ്റെ പുറകിൽ 26/2 ഫെബ്രുവരി 25 എന്ന് എഴുതിയിട്ടു പ്രാർത്ഥിച്ചു. ഞാൻ 25-ാം തീയതി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായിരുന്നു. ഒരുപാട് സന്തോഷമായി. 12 വർഷത്തിന് ശേഷം ഒരു പോസിറ്റീവ് റിസൾട്ട് കണ്ട് സന്തോഷിച്ചു. എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നീ വിശ്വസിക്കേണ്ട, അത് ചിലപ്പോൾ തെറ്റായിരിക്കും. ഞാൻ പൂർണ്ണമായി മാതാവിൽ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങളുടെ പ്രഗ്നൻസി കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം 9 വീക്കായപ്പോൾ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് പൂർണ്ണമായും ഉറപ്പായിരുന്നു, മാതാവ് എനിക്ക് കുഞ്ഞിനെ തരും, ഒരു പെൺകുഞ്ഞിനെ തന്നെ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ത്രൂ ഔട്ട് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതെല്ലാം ഞാൻ തരണം ചെയ്തു. അങ്ങനെ എനിക്ക് സിസേറിയൻ ആയിരുന്നു. ആദ്യത്തെ നോർമൽ ആയിരുന്നെങ്കിലും 2ാമത്തെ ഡയബറ്റിക്സ് ഉള്ളതുകൊണ്ട് ബേബിക്ക് വെയിറ്റ് കൂടുതലായിരിക്കും, സിസേറിയൻ വേണമെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അത് എന്നോട് 22 ഒക്ടോബറിലാണ് എനിക്ക് സിസേറിയൻ വെച്ചത്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ 21 ഒക്ടോബർ ആയിരുന്നു എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. എൻ്റെ ബർത്ത്ഡേ 22-നാണ് എനിക്ക് സിസേറിയൻ വെച്ചത്. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച പോലെ എനിക്ക് 20 ഒക്ടോബറിൽ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. നോർമലായിരുന്നു. ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നില്ല. 3.2 കിലോ ഉണ്ടായിരുന്നു കൊച്ച്. അങ്ങനെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പുണ്യപ്രവർത്തികൾ ഞാൻ
നാട്ടിലേക്ക് എല്ലാ മാസവും പൈസ അയക്കുമായിരുന്നു. ഡയബറ്റീസ് പേഷ്യൻസിനും പിന്നെ വീടില്ലാത്തവർക്കുമൊക്കെ ആയിട്ട് എല്ലാ മാസവും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം എനിക്ക് കൊറിയർ വഴി അയക്കുമായിരുന്നു പാരൻസ്. അത് ഇംഗ്ലീഷുകാർക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇംഗ്ലീഷുകാർക്കും എൻ്റെ അവിടെയുള്ള UK-യിലുള്ള എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു. ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 16-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, അവിടുത്തെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഡെറിനിനോ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടി എടുക്കാനുള്ള കാരണവും ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് ജീവിക്കുമ്പോൾ തങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുവാനൊക്കെ സാധിക്കുകയത്. 12 വർഷത്തിന് ശേഷം ഒരു മകളെ നൽകി പരിശുദ്ധ അനുഗ്രഹിക്കുകയാണ്. പല വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും ആ ട്രീറ്റ്മെൻറ്റുകളെല്ലാം നെഗറ്റീവ് സാധ്യതയിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പരിശുദ്ധ അമ്മയോട് പൂർണ്ണമായിട്ടും ആശ്രയിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധമ്മ ഇവർക്കൊരു മകളെ നൽകി അനുഗ്രഹിക്കുകയും പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ടായിരുന്നെങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ കൃപയോട് ചേർന്നുകൊണ്ട് മാത്രമാണ് ഈ കുടുംബത്തിന് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുക ചെയ്തത്. അതോടൊപ്പം തന്നെയാണെങ്കിലും ഇവർക്കൊരു ഭവനം എന്നത് അത് വളരെയേറെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലവും അനുഗ്രഹമായിട്ട് യാതൊരു വിധമായ പ്രതിസന്ധികളില്ലാതെ കണ്ട് തന്നെ ഒരു ഭവനം വാങ്ങിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ വലിയ അനുഗ്രഹം തന്നെയാണ് നമുക്ക് മുമ്പിൽ ഡെറിനിനോ തൻ്റെ അനുഭവസാക്ഷി നമുക്ക് വ്യക്തമാക്കുക. ഇനിയും ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് ജീവിച്ചു പോകുമ്പോൾ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഈ കുടുംബത്തിനെ ഈ മാറ്റട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.